നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹു. അതുപോലെ കുത്തുബിയത്ത് ബൈബിലുണ്ട്, എന്നെ വെള്ളാവുന്ന നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് പ്രാർത്ഥനയാകുന്ന ആരാധനയാണ്. അതുപോലെ മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് പ്രാർത്ഥനയാകുന്ന ആരാധനയാണ്. അതുപോലെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി, ഈ ചോദ്യം കൊടുത്തിട്ട് മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 500 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പിതാവ് മുഹീദ്ദീൻ മാല കണ്ടിട്ടില്ല, കുത്തുബിയത്ത് ഓതിയിട്ടില്ല. അദ്ദേഹം മുസ്ലിമല്ലേ? കുത്തുബിയത്ത് ഓതാത്തവൻ മുസ്ലിമല്ല, മുഹീദ്ദീൻ മാല കൊല്ലാത്തവൻ കാഫിറാണ് എന്ന് പ്രമേയം പാസാക്കുകയും ഇവിടുത്തെ സമസ്തക്കാർ മുജാഹിദുകളെ ചെറുതാക്കാൻ വേണ്ടി കളിയാക്കി പറയാറുണ്ട്. അതുപോലെ പിന്നെ വഹി അവസാനിച്ചത് മുഴുവൻ ഓരോന്നോരോന്ന് ചോദിച്ചിട്ട് മറുപടി അല്ല, ഈ ചോദ്യം കൂടി ചോദിക്കും. വഹി അവസാനിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കാലത്തോടുകൂടി വഹി അവസാനിച്ചു. ഇവിടെ മുഹീദ്ദീൻ ഷെയ്ഖ് പറയുന്നത് തീരം നൽകും ഞാനെന്നോവർ എന്റെ നീതാരും നരകത്തിൽ നിന്ന് നരകത്തെ കാക്കുന്ന മലക്ക് പറഞ്ഞോവർ. നരകത്തെ കാക്കുന്ന മാലിക്കെന്ന മലക്ക് പറഞ്ഞതായിട്ട് ഇവിടെ മുഹീദ്ദീൻ ഷെയ്ഖ് പറയുന്നു. പിന്നെ ഇതിന് എന്താണ് മറുപടി പറയണം? ഈ 3 ചോദ്യങ്ങൾക്കും മറുപടി പറയണം. അതുപോലെ വഹി അവസാനിച്ചതിന് ശേഷം എങ്ങനെയാണ് മുഹീദ്ദീൻ ഷെയ്ഖ് വഹി ഒക്കെ ഞാൻ പറഞ്ഞു. ഓരോന്ന് ചോദിച്ചില്ലെങ്കിൽ ഉത്തരം വളരെ ദീർഘമാവും. അത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് അരോചകമാവും. അതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് ചോദിക്കാം. അല്ലാതെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ സംശയം തീർത്തിട്ട് വിടുള്ളൂ. അപ്പൊ ഒന്നാമതിപ്പോ നമ്മൾ പറഞ്ഞത് പ്രാർത്ഥനയുടെ അർത്ഥമാണ്. ഞാൻ മറുപടി പറഞ്ഞു. അതിപ്പോ അദ്ദേഹത്തിന് നല്ല മനസ്സിലായിട്ടുണ്ട്, അത് ഉറപ്പായി. അപ്പൊ ഇനി അദ്ദേഹത്തിന്റെ സംശയം എന്താ? നമ്മൾ പറയുന്നു അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് ഖുർആനിലും ഹദീസിലൊക്കെ അല്ലാഹുവിനോട് ചോദിക്കുന്നു, പടച്ചവനെ നരകത്തെ തൊട്ട് നീ കാക്കണമേ എന്ന് നമ്മൾ ചോദിക്കുന്നു. ഇതേ ചോദ്യം മുഹയ്യിദ്ദീൻ ഷെയ്ഖിനോട് എന്ന് പറഞ്ഞുകൊണ്ട് കുത്തുബിയത്തിൽ നമ്മൾ ചോദിക്കുന്നു. ഇത് ഒരുപോലെയല്ലേ? അല്ല. അതാപ്പത്തെ വരി ഞാൻ പറഞ്ഞു. എന്താണ് അല്ലാഹുവിനോട് ചോദിക്കുന്നത്? അല്ലാഹു ഇലാഹാണ് എന്ന് കരുതിക്കൊണ്ടാണ്. മുഹയ്യിദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കുന്നത് ഇലാഹാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ കരുതിക്കൊണ്ടല്ല. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് ഞാൻ നേരത്തെ വിശദീകരിച്ചു. ഞാൻ ഖുർആനിലൊരു വായത്തുകൂടി നിങ്ങൾക്ക് ഉദാഹരണത്തിന് പറയാം. ഖുർആനിൽ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ അതേ രൂപത്തിൽ 2 പ്രാർത്ഥന. ഒന്ന്, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ. ഖുർആൻ പറയുന്നു സൂറത്തുൽ ബഖറയുടെ അവസാനം, പടച്ചവനെ ലാ തുആഖിദ്നാ, ഞങ്ങളെ നീ പിടിച്ചു ശിക്ഷിക്കരുതേ റബ്ബേ, ഇൻ നസീനാ, ഞങ്ങൾ മറന്നാൽ. ഇത് അത് അല്ലാഹുവിന്റെ പ്രാർത്ഥനയാണ്. ഇതേ രൂപത്തിൽ തന്നെ ശൈലിയിൽ തന്നെ ഖുർആൻ വേറൊരു പ്രാർത്ഥന പഠിപ്പിക്കുന്നു. അത് അല്ലാഹുവിനോടല്ല. അതായത് മൂസാ നബി ഖലീലിനോട് ചോദിച്ച ചോദ്യം ഖുർആനിൽ പഠിപ്പിക്കുന്നു. എന്നെ നിങ്ങൾ പിടിച്ചു ശിക്ഷിക്കരുതേ, ഞാൻ മറന്നതുകൊണ്ട് എന്നെ നിങ്ങൾ പിടിച്ചു ശിക്ഷിക്കരുതേ. അല്ലാഹുവോട് ചോദിച്ച അതേ പദപ്രയോഗം തന്നെ ഇവിടെ മൂസാ നബിയോട് ചോദിക്കുന്നു. എവിടെ? 2 തൗഹീദാണോ? അല്ലാഹുവോടല്ലല്ലോ ചോദിച്ചത്. തീർക്കായോ? ആയില്ല. എന്താ കാരണം? അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ അല്ലാഹു ഇലാഹാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. മൂസാ നബി ഖലീലിനോട് ചോദിക്കുന്നതോ ഇലാഹാണ്, ദൈവമാണ് എന്ന് കരുതിക്കൊണ്ടല്ല. അതാണ് അതിന്റെ അർത്ഥം. ദൈവമാണ് എന്ന് കരുതിക്കൊണ്ടല്ല. നിങ്ങൾ എന്നെ പിടിച്ച് ശിക്ഷിക്കരുത് എന്നാണ് അതിന്റെയും അർത്ഥം. നോക്കൂ നിങ്ങൾ. അപ്പൊ പദങ്ങളിലല്ല വിഷയമുള്ളത്. ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക അതാണ്. പദപ്രയോഗമല്ല ഇവിടെ പ്രശ്നം. പിന്നെയോ വിശ്വാസമാണ്. വിശ്വാസം ദൈവമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ കൽപ്പിച്ചുകൊണ്ടാണോ? എന്നാൽ അത് ശിർക്കാണ്. അത് കുഫ്റാണ്. അത് ഇസ്ലാമിൽ പുറത്തു പോകും. അത് ഇല്ലേ ശിർക്കാവൂല. പറയുന്ന പദം പ്രാർത്ഥനയായിരുന്നു, അല്ലെങ്കിൽ അല്ലാഹുവിനോട് പറയുന്ന അതേ പദം ഇപ്പുറത്ത് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇലാഹാണെന്നോ ദൈവമാണെന്നോ ഉള്ള ശൈലി ഉണ്ടാവുന്നത്. ഇതാണ് ആ പറഞ്ഞതിന്റെ മറുപടി. 1ാം ചോദ്യത്തിന്റെ മറുപടി. 2ാം ചോദ്യം തരുന്നു. അപ്പോഴേക്കും വഹി കഴിഞ്ഞു അല്ലേ? വഹി കഴിഞ്ഞു.